എങ്കിൽ പിന്നെ നിന്റെ ധൈര്യം അവന് കാണിച്ചു കൊടുക്ക്. നിന്റെ കാമുകൻക്ക് അവനും അറിയട്ടെ തോൽക്കാൻ മനസ്സില്ലാത്തവളാണെന്ന്. അങ്ങനെ അധികം തർക്കത്തിന് നിൽക്കാതെ അവൾ കൂടെ വന്നവരെയൊക്കെ കൂട്ടി അവിടെ നിന്നും തിരിഞ്ഞു നടന്നു, ജ്വലിക്കുന്ന കണ്ണുകളുമായി. മാഹിറ, ഇതുകൊണ്ടൊന്നും അവന് ഒതുങ്ങുമെന്ന് തോന്നിയില്ല. പക്ഷേ നീ പറഞ്ഞതുപോലെ നിന്നെ അവൻ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞ് നിന്റെ കയ്യിലാവണം. അവൻ്റെ ജീവനാണ് ആ കുഞ്ഞ്. അവനില്ലാതെ അവൻക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഇന്നത്തെ അവൻ്റെ സംസാരത്തിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുഞ്ഞിനെ നീ കൊണ്ടുവരണം. പിന്നെ അവനെ പഴയതുപോലെ സ്നേഹം കൊടുത്ത് നിന്റെ വശത്താക്കാൻ നിനക്ക് കഴിയണം. അവിടെയാണ് നിന്റെ മിടുക്ക് തെളിയിക്കേണ്ടത്. പിന്നെ അവിടെ നിൽക്കുന്ന ആ പീറ പെണ്ണിനെ വേണ്ടെന്ന് വെച്ച് നിന്നെ സ്വീകരിക്കണം. അയൽവാസികളിൽപ്പെട്ട ഒരുവൻ അവൾക്ക് സാരോപദേശം നൽകിക്കൊണ്ടിരുന്നു. എനിക്കറിയാം ഇക്ക, എന്തു വേണമെന്ന്. ഇത് വെറും സാമ്പിൾ വെടിക്കെട്ടല്ലേ. ഇനി അവൻ എന്തൊക്കെ കാണാൻ കിടക്കുന്നു? മാഹിറ ഒരു ചിരിയോടെ പറഞ്ഞു. നീ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇതൊന്നും. പ്രത്യേകിച്ച് നീ അവനെ വഞ്ചിച്ച് മറ്റൊരാളുടെ കൂടെ പോയതുകൊണ്ട് നടന്നാൽ നടന്നു എന്ന് പറയാം. അത്രയേ ഉള്ളൂ അവളോട് നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങി എൻ്റെ കൂടെ വന്നിട്ട് എനിക്കെതിരെ സംസാരിക്കുന്നോ വഞ്ചക? നിങ്ങൾ ആൾ കൊള്ളാലോ. ദേഷ്യത്തോടെ അയാൾക്ക് മറുപടി കൊടുത്തു മാഹിറ. അല്ല മാഹിറ, എന്നാലും എങ്ങനെ അബദ്ധം പറ്റി നിനക്ക്? എന്ത് കണ്ടിട്ടാണ് നീ ആ നാസറിൻ്റെ കൂടെ പോയത്? അവരെയും കുറ്റം പറയാൻ പറ്റില്ല. റഫീഖിനെ നീ ഓർക്കണ്ടേ? നീ നൊന്ത് പ്രസവിച്ച കുഞ്ഞ് നിന്നോട് എന്ത് ചെയ്തിട്ടാ നീ അതിനെ ഉപേക്ഷിച്ച് പോയത്? അവളുടെ കുടുംബക്കാരിൽപ്പെട്ട ഒരുവൻ മാഹിറയോട് ചോദിച്ചു. ആ ചോദ്യം അവളിൽ ദേഷ്യം തീർത്തു. മുനീറെ, 2 വർഷം മുന്നേ കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ എടുത്തിടണ്ട. അതിനെപ്പറ്റി ചർച്ച ചെയ്യാനല്ല നമ്മൾ അവൻ്റെ വീട്ടിലേക്ക് പോയത്. അതുകൊണ്ട് ആ കാര്യം വിട്ട് മോൻ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നതിനെക്കുറിച്ച് ചിന്തിക്ക്. അവൻ അമർത്തിയൊന്ന് മൂളി. ആ, നമുക്ക് നോക്കാം. ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പങ്കുവെച്ചു. വീടെത്തിയത് അവർ അറിഞ്ഞില്ല. മാഹിറയെ അവളുടെ വീട്ടിൽ ഇറക്കി വിട്ടു. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പിരിഞ്ഞുപോയി. പോയ കാര്യം എന്തായെന്നറിയാൻ ആകാംക്ഷയോടെ മാഹിറയുടെ ഉമ്മ നബീസു മുറ്റത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എടീ, നമ്മുടെ കുഞ്ഞെവിടെ? അതിനെ കൊണ്ടുവന്നില്ലേ? ഇല്ല, അവർ തന്നില്ല. ഓഹോ, പിന്നെന്തിനാ നമ്മൾ 10-15 പേരെയും കൊണ്ട് പോയത്? എനിക്കറിയില്ല. വല്ലാതെ തലവേദനിക്കുന്നു. ഞാനൊന്ന് കുളിച്ച് വേഷം മാറട്ടെ. എന്നാലും നമ്മുടെ മോനെ പിടിച്ചു വെക്കാൻ അവർക്ക് എന്തവകാശം? അതിനെ നൊന്ത് പറ്റത് നീയല്ലേ? ആ, അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നിന്നെ അതിന് കൊള്ളാഞ്ഞിട്ടാ കൈ വീശി ഇങ്ങോട്ട് കയറി വന്നേക്കുന്നു. എൻ്റെ പൊന്നുമ്മ, ഒന്ന് മിണ്ടാതിരിക്ക്. കേട്ടും പറഞ്ഞും മനസ്സും കാതും തഴമ്പിച്ചു വരികയാണ്. കുഞ്ഞിനെ പോലും ഓർക്കാതെ നീ മറ്റൊരുത്തൻ്റെ കൂടെ സുഖം തേടിപ്പോയപ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടത് നല്ലൊരു ജീവിതവും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചൊരു ഭർത്താവിൻ്റെ കരുതലുമായിരുന്നു. അതുമാത്രമല്ല, കുഞ്ഞിൻ്റെ രക്ഷാധികാരം, നല്ല വീട്, നീ അനുഭവിക്കേണ്ടുന്ന സ്വത്ത്, സമാധാനപൂർണമായ ജീവിതം എല്ലാം നിന്റെ ആ നശിച്ച ജീവിതത്തിന് വേണ്ടി നശിപ്പിച്ച് കളഞ്ഞില്ലോടി ദ്രോഹി. ഒന്നിനും വില വെക്കാതെയുള്ള നിന്റെ എടുത്തുചാട്ടം അനുഭവിച്ച് തീർക്ക് നീ. മാഹിറ ഉമ്മയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അകത്തേക്ക് കടന്നു. അവളുടെ റൂമിലേക്ക് കയറി ദേഷ്യത്തോടെ വാതിലടച്ച് തോളിലുണ്ടായിരുന്ന ബാഗ് കട്ടിലേക്ക് എറിഞ്ഞുകൊണ്ട് ബെഡിലേക്ക് വീണുകൊണ്ട് മുഖം പൊട്ടി കരഞ്ഞു. അവളുടെ മിഴികളിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന ഓരോ കണ്ണീർ തുള്ളികളും കുറ്റബോധത്തിൽ മുങ്ങിക്കുളിച്ചിരുന്നു. ശരിയാ, മാഹിറ തെറ്റ് ചെയ്തവളാ. തെറ്റ് പറ്റാത്തവരായി ആരുണ്ട്? അതിൻ്റെ കുറ്റപ്പെടുത്തലുകളിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിച്ചുകൂടെ? എനിക്ക് മാപ്പ് തന്നുകൂടെ? എൻ്റെ മനസ്സ് നേറിപ്പോകുന്നത് ആർക്കും കാണണ്ട. എനിക്കതിനുള്ള അർഹതയില്ലല്ലോ. ഞാൻ പേച്ചവളല്ലേ. ഞാൻ എങ്ങനെ അങ്ങനെ ഒരു ബന്ധത്തിൽ ചെന്ന് പെട്ടെന്ന് ആർക്കും അറിയണ്ട. അതിന് പകരം കുറ്റപ്പെടുത്തലുകൾ കൊണ്ടെന്നെ വീർപ്പ് മുട്ടുകയല്ലേ? കരഞ്ഞു കലങ്ങിയ അവളുടെ കണ്ണുകൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് അവൾ വീക്ഷിച്ചു. നാസർ, അയാൾ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിമിഷങ്ങൾ അവൾ ഓർത്തു. അവളുടെ മനസ്സ് 3 വർഷം ബാക്കിലോട്ട് സഞ്ചരിച്ചു. പതിവ് പോലെ
ഉച്ചയ്ക്ക് ശേഷമുള്ള വിശ്രമവേളയിൽ ഫോൺ കയ്യിലെടുത്ത് യൂട്യൂബിൽ ഓരോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വാട്സപ്പിൽ മെസ്സേജ് വരുന്നത്. ആരാണെന്നറിയാൻ അവൾ ആപ്പ് തുറന്നു നോക്കിയപ്പോൾ പേര് കാണിക്കാത്ത നമ്പർ മാത്രം. ഹായ് റഫീഖ്, സുഖാണോ? ഇത് റഫീഖല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അവൾ തിരിച്ചു മറുപടി കൊടുത്തു. സോറി. ഓക്കെ. അവൾ വീണ്ടും വീഡിയോസിലേക്ക് മടങ്ങി വന്നു. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ റഫീഖ് വീട്ടിലെത്തി. അവന് ചായയൊക്കെ കൊടുത്ത് അവൻ കുളിച്ച് വേഷം മാറിയതിന് ശേഷം അവൾ അവൻക്കരികിൽ വന്നിരുന്നു. ഇക്ക, നമുക്ക് വീട് വരെ ഒന്ന് പോയി വന്നാലോ? എൻ്റെ മാഹിറ, ഞാൻ ക്ഷീണിച്ചു വന്നിരിക്കുന്നത് നീ കണ്ടില്ലേ? എത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ചാണ് ഞാൻ ഡ്രൈവ് ചെയ്തു വരുന്നതെന്ന് നിനക്കറിയാലോ. വെറുതെ ഇരുന്ന് മടുത്ത്. ഞാൻ എന്തേലും കോഴ്സിന് ചേർന്നാലുക്ക? എൻ്റെ ഭാര്യ പഠിച്ച് ജോലി ചെയ്തുകൊണ്ട് വന്നിട്ട് വേണ്ടേ ഈ കുടുംബം നോക്കാൻ? അതിന് ഇക്ക, ആര് പോണു ജോലിക്കൊക്കെ? ഇത് ചുമ്മാ നേരം പോകാത്തത് കൊണ്ട് ഞാൻ പറയുന്നതല്ലേ. എന്തിനായാലും പഠിക്കാൻ പോകണ്ട, അതെനിക്കിഷ്ടമല്ല. ഡിഗ്രി കഴിഞ്ഞതല്ലേ, അത് മതി. എത്ര ചോദിച്ചാലും വീട്ടിലേക്ക് അയക്കില്ല. നീ പോയാൽ എനിക്കാരാ എന്ന് ചോദ്യം. എന്നാ ഒന്നിച്ച് പോയി വരെന്ന് പറഞ്ഞാൽ അതും പറ്റില്ല. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. എന്നാ പിന്നെ ഒഴിവ് ദിവസങ്ങളിൽ വല്ല പാർക്കിലോ ബീച്ചിലോ പോകാമെന്ന് പറഞ്ഞാൽ അതും പറ്റില്ല. ആകെ കിട്ടുന്ന ലീവാണ്, അത് നഷ്ടപ്പെടുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിനും തടസ്സം. അവള് ഓരോന്ന് മുറുമുറുത്തുകൊണ്ട് അവനോട് മിണ്ടാതെ മുഖം കടുപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു കടന്നു. നേരം പുലർന്ന് അവൾ റഫീഖിന് കൊണ്ടുപോകാനുള്ള ചോറും കൂട്ടാനൊക്കെ ചോറ്റുപാത്രത്തിലാക്കി അവൻ കൊണ്ടുപോകുന്ന ബാഗിലാക്കി വെച്ചു. പിന്നെ അവനക്ക് കഴിക്കാനുള്ളത് മേശയിൽ വെച്ച് ഉച്ചകൾക്കുള്ള ഊണിനുള്ള പണി തുടങ്ങി. മാഹി, ഞാൻ ഇറങ്ങിട്ടോ. അവളൊന്ന് മൂളി. പണികളൊക്കെ ഒതുക്കി വെറുതെ ഫോൺ കയ്യിലെടുത്ത് നെറ്റ് ഓൺ ചെയ്തതും തുരുതുരാ മെസ്സേജുകൾ വന്ന് നിറയാൻ തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ ഇന്നലെ അയച്ചവൻ്റെ മെസ്സേജും ഉണ്ടായിരുന്നു. ഹായ് എന്ന്. ഹായ്, ഇന്നലെ ചോദിക്കാൻ വിട്ടുപോയി. ഇയാളുടെ പേരെന്താ? പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? വേണ്ടട്ടോ, ഞാൻ ചുമ്മാ ഇതുവഴി പോയപ്പോൾ അറിയാതാ. ഓ, പരിചയപ്പെടുന്നതിൽ എന്താ ബുദ്ധിമുട്ട്? എൻ്റെ പേര് മാഹിറ. ഡിഗ്രി കഴിഞ്ഞു, ഇനി പഠിക്കണ്ട എന്നാണ് ഇക്കാൻ്റെ തീരുമാനം. അല്ല, നിങ്ങൾക്ക് എങ്ങനെ ഇക്കാനറിയാം? ഞാനും അവനും ഒന്നിച്ച് പഠിച്ചതാ. ഞങ്ങൾ നാട്ടുകാരല്ലേ. ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. എന്നിട്ട് പണികളൊക്കെ കഴിഞ്ഞോ? ഫുഡ് കഴിച്ചില്ലേ? ഒരു വിധം തീർന്നു. ആ, ഫുഡൊക്കെ കഴിച്ചു. അവൾ മറുപടി പറഞ്ഞ് ഫോണെടുത്ത് വെക്കാൻ നോക്കുമ്പോഴേക്കും അയാൾ വീണ്ടും മെസ്സേജ് അയക്കും. അപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ നിൽക്കും. അങ്ങനെ സമയം പോയത് തന്നെ അവൾ അറിഞ്ഞില്ല. ശരി, പോട്ടെ, സമയം ഒരുപാടായി. ഒരു മിനിറ്റ്. എന്താ? വീട്ടിൽ നീയും ഇക്കയും മാത്രമേ ഉള്ളുവോ? അതെ, ഇക്കയുടെ ഉമ്മ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അവരവരുടെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിലേക്ക് വിരുന്നു പോയതാ. എന്നാ ശരി കേട്ടോ. ഇയാൾ നല്ല ആളാ. ഞാൻ ഇത്രയും സംസാരിച്ചിട്ടും എന്നെ പരിചയപ്പെട്ടില്ലല്ലോ. ഓ സോറി. വീട്ടിൽ ആരൊക്കെയുണ്ട്? നിങ്ങളുടെ പേരെന്താ? ഭാര്യയും 2 മക്കളും. എൻ്റെ പേര് നാസർ. എന്നെ മാനു എന്നാണ് എല്ലാവരും വിളിക്കാറ്. എങ്കിൽ ശരിയാട്ടോ. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ വാ, നമുക്ക് സൊല്ലിയിരിക്കാം. ഭാര്യയല്ലേ വീട്ടിൽ സൊല്ലിയിരിക്കാൻ. അവൾ അവളുടെ വീട്ടിൽ പോയിക്കുവാ. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വല്ലാത്ത ബോറടി. അപ്പോഴാ ഇയാളെ നമ്പർ കണ്ടത്. അവൾ പുഞ്ചിരിയോടെ ഒരു ഇമോജിയും വിട്ടുകൊടുത്ത് നെറ്റ് ഓഫാക്കി ഫോണ് ടേബിളിൽ വെച്ചുകൊണ്ട് കുളിക്കാൻ പോയി. എൻ്റെ റബ്ബേ, അയാളോട് സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. കുളി കഴിഞ്ഞു വന്ന് ഒന്ന് ചെറുതായിട്ട് മയങ്ങി അവൾ റഫീഖ് വന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോഴാണ് അവൾ ഉണർന്നത്. വേഗം എണീറ്റവൾ ഡോർ തുറന്നു കൊടുത്തു. ഡീ, വേഗം ചെന്ന് ചായ ഇട്ടേ, എനിക്ക് വല്ലാത്ത വിശപ്പ്. എന്താ കഴിക്കാൻ വേണ്ടേ? ഉപ്പുമാവോ? അല്ലേൽ ബ്രെഡ് ഇരിപ്പുണ്ടല്ലോ, അതാൽ മതി. ഇക്ക കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും
ഞാൻ റെഡിയാക്കി വെക്കാം. എടീ, നിന്റെ ഫോണിൽ തീരെ ചാർജ് ഇല്ലല്ലോ. ഞാൻ അതെടുത്ത് റൂമിൽ ചാർജ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അവൻ മേശമേൽ നിന്ന് അവളുടെ ഫോൺ എടുത്തുകൊണ്ട് റൂമിലേക്ക് നടന്നു. എൻ്റെ റബ്ബേ, വാട്സാപ്പ് തുറന്ന് നോക്കുമോ ഇക്ക? അയാൾ വീണ്ടും മെസ്സേജ് വല്ലത് അയച്ചു കാണുമോ? ഞാനാണാൽ അതൊന്നും ക്ലിയർ അടിച്ചതുമില്ല. മാഹിരയുടെ മനസ്സ് പിടക്കാൻ തുടങ്ങി. സമാധാനമില്ലാതെ അവൾ അടുക്കളയിലേക്ക് നടന്നു. കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക.